എബ്രായർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 1-2 വാക്യം. എബ്രായ ലേഖനം 6-ാം അധ്യായം 1-2 വാക്യം. മതി. ആമേൻ. ഒന്നും കൂടി ഈ വാക്യം നമ്മൾ ഒന്നും കൂടി വായിക്കാൻ പോവുകയാണ്. അതുകൊണ്ട് നിർജീവ പ്രവൃത്തികളെ കുറിച്ചുള്ള മാനസാന്തരം, ദൈവത്തിങ്കലെ വിശ്വാസം, സ്നാനങ്ങളെ കുറിച്ചുള്ള ഉപദേശം, കൈവപ്പ്, മരിച്ചവരുടെ പുനരുത്ഥാനം, ആമേൻ, നിത്യ ശിക്ഷാവിധി എന്നിങ്ങനെയുള്ള അടിസ്ഥാനം പിന്നെയും ഇടാതെ നാം ക്രിസ്തുവിനെ കുറിച്ചുള്ള ആദ്യ വചനം വിട്ട് പരിജ്ഞാന പൂർത്തി പ്രാപിപ്പാൻ ശ്രമിക്കുക. നിങ്ങൾ വീട്ടിൽ ചെന്ന് ഒന്നുകൂടി ഈ വാക്യം എടുത്തൊന്ന് വായിക്കുമ്പോൾ കുറേ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാകുവാനിടയായിത്തീരും. ആമേൻ. അതായത് ആമേൻ, കുറേ നാളുകളായിട്ട് മാനസാന്തരപ്പെടണമെന്നും വിശ്വാസത്തിൽ വർദ്ധിക്കണമെന്നും, ആമേൻ സ്തോത്രം, തെറ്റ് ചെയ്ത് നല്ല ശിക്ഷാവിധി ഉണ്ടാകുമെന്നും, ആമേൻ സ്തോത്രം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ആമേൻ സ്തോത്രം. ആ കാലഘട്ടത്തിൽ ആമേൻ സ്തോത്രം ഈ ലേഖനകർത്താവ് അതിൻ്റെ അകത്ത് എഴുതിയിരിക്കുന്നത് ഇതൊക്കെ ആമേൻ ഒന്ന് മാറ്റിവെക്കണം. എന്നിട്ട് ക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിനൊത്തവണ്ണം എന്ത് ചെയ്യണം? നിങ്ങൾ വളരണം. പരിജ്ഞാന പൂർത്തി പ്രാപിപ്പാൻ നിങ്ങൾ എന്ത് ചെയ്യണം? വളരണം. കുഞ്ഞുങ്ങളെ പോലെ ആമേൻ ചെറിയ കാര്യങ്ങളെല്ലാം ഇങ്ങനെ പിടിച്ചു വെച്ചുകൊണ്ട് ആമേൻ സ്തോത്രം അതങ്ങനെയാണ്, ഇതിങ്ങനെയാണ്, കണ്ടില്ല, നോക്കിയില്ല, പിടിച്ചില്ല, തൊട്ടില്ല, ആമേൻ സ്തോത്രം തൊട്ട് ആമേൻ നോക്കി, ഇങ്ങനെയുള്ള കൊച്ചു കാര്യങ്ങളെല്ലാം വിട്ടുകളഞ്ഞുകൊണ്ട് ആമേൻ സ്തോത്രം ക്രിസ്തുവിൻ്റെ ആമേൻ സ്തോത്രം പരിജ്ഞാനത്തിൻ്റെ പൂർത്തീകരണത്തിലേക്ക് വളരണമെന്ന് പരിശുദ്ധാത്മാവ് നമ്മളോട് ആവശ്യപ്പെടുകയാണ്. കാരണം ഇനി സമയം അധികമില്ല. ആമ ചെറിയ കാര്യങ്ങൾ വീണ്ടും ഈ അടിസ്ഥാനങ്ങളിട്ട് മനസാന്തരപ്പെടുത്താൻ, ആമ വിശ്വാസത്തിൽ ഉറപ്പിക്കാൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളാക്കിയാണ് പലപ്പോഴായി ആമ സ്വന്തം എബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ 1-ാം അധ്യായം മുതൽ ഇങ്ങനെ വരുന്നത്. അതിൻ്റെ ആമേ 5-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യത്തിൽ വായിക്കുമ്പോൾ, കാലം നോക്കിയാൽ ഇപ്പോഴേ നിങ്ങൾ ഉപദേഷ്ടാക്കന്മാരാകേണ്ട സമയം കഴിഞ്ഞു. ആമേൻ സ്തോത്രം. അങ്ങനെയാ, കാലം നോക്കിയാൽ ഇപ്പോൾ ഉപദേഷ്ടാക്കന്മാരായിരിക്കേണ്ട നിങ്ങൾക്ക് ദൈവത്തിൻ്റെ അരുളപ്പാടുകളുടെ ആദ്യ പാഠങ്ങളെ തന്നെ വീണ്ടും ഉപദേശിച്ചു തരുവാൻ ആവശ്യമായിരിക്കുന്നു. ചിലരുടെയൊക്കെ പുറകെ ഇങ്ങനെ നടന്നിട്ട് ഇങ്ങനെ പറഞ്ഞ് അവരെ ഉത്സാഹിപ്പിച്ച് ഒരു ദിവസം ഒന്ന് ഉത്സാഹിപ്പിച്ച് കഴിഞ്ഞാൽ ആ ദിവസം അവർ കറക്റ്റായിട്ട് നടക്കും. രണ്ടാമത്തെ ദിവസം ഉത്സാഹിപ്പിച്ചില്ലെങ്കിൽ അവർ ഡൗണായി പോകും. അങ്ങനെ ആമേൻ സ്തോത്രം പുറകെ നടന്ന് ആമേൻ ഇവരെ ഉത്സാഹിപ്പിച്ച് നടത്തി ആമേൻ സ്തോത്രം എന്തെങ്കിലുമൊക്കെ ചെറിയ കാര്യങ്ങളൊക്കെ, ഈ കുഞ്ഞുങ്ങളെ പോലെയൊക്കെ എനിക്ക് കോലുമിഠായി തന്നില്ല, അവനെന്നെ പിടിച്ച് പിച്ചി ടീച്ചറെ അടിച്ച് മാന്തി എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള കൊച്ചു കാര്യങ്ങൾ ഇന്നത്തെ ദൈവസഭകളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ആമേൻ നമ്മുടെ ബുദ്ധിക്ക് നിരക്കാത്തതായ ഒരുപാട് കാര്യങ്ങൾ ആമേൻ സ്തോത്രം. എന്നാൽ പരിശുദ്ധാത്മാവ് പറയുന്നത് ഇതൊക്കെയെല്ലാം വിട്ടുകളഞ്ഞുകൊണ്ട് യേശുവിൻ്റെ വരവ് അടുത്തിരിക്കുകയാണ്. ആമേൻ സ്തോത്രം. ക്രിസ്തുവിൽ വളർച്ച പ്രാപിച്ച ഒരു പുരുഷനെ പോലെ എഴുന്നേൽക്കാൻ ദൈവത്തിൻ്റെ ആത്മാവ് എബ്രായ ലേഖന കർത്താവോട് പറയുകയാണ്. ഈ കൊച്ചു കാര്യങ്ങളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ആമേൻ സ്തോത്രം. കഴിഞ്ഞ സൺഡേ നമ്മൾ ആമേൻ സ്തോത്രം ഈ യെശയ്യാവ് പ്രവചിച്ച വാക്യത്തെക്കുറിച്ചായിരുന്നു ചിന്തിച്ചത്. അവൻ ഭൂമിയിൽ ന്യായം സ്ഥാപിക്കുന്നത് വരെ അവൻ തളരുകയില്ല, അവൻ അധൈര്യപ്പെടുകയുമില്ല. ഒരുപാട് പ്രതിസന്ധികൾ ആമേൻ തിരമാലകൾ പോലെ യേശുവിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു കയറിയപ്പോഴെല്ലാം യേശു ധൈര്യപ്പെട്ടിരിക്കുവാൻ ഇടയായിത്തീർന്നു, ബലപ്പെട്ടിരിക്കുവാൻ ഇടയായിത്തീർന്നു. ആമേൻ സ്തോത്രം. അവനെ ആദരിക്കേണ്ടവർ, അവനെ ബഹുമാനിക്കേണ്ടവർ, അവനെ അനുസരിക്കേണ്ടവർ ആമേൻ സ്തോത്രം ഒക്കെയും അവനെ പ്രതികൂലമായി തീർന്ന സമയത്ത് യേശു തളർന്നും ക്ഷീണിച്ചും പോയില്ല. ആമേൻ യേശു ധൈര്യത്തോടെ എഴുന്നേൽപ്പാനിടയായി തീർന്നു. കാരണം ആമേൻ താൻ വന്നിരിക്കുന്നതിൻ്റെ ദൗത്യം തനിക്കറിയാം. ആമേൻ സ്തോത്രം. ഇന്ന് രാത്രികാലം
ദൈവജനവും മനസ്സിലാക്കണം. എന്തിനു വേണ്ടിയാണ് യേശു എന്നെ വിളിച്ച് വേർതിരിച്ചിരിക്കുന്നത്? ഈ പട്ടണത്തിൽ അനവധി വ്യക്തിത്വങ്ങൾ, ഈ ദേശത്തിൽ അനവധി വ്യക്തിത്വങ്ങൾ എന്നേക്കാൾ പ്രാഗൽഭ്യമുള്ളവരുണ്ടായിരുന്നിട്ടും യേശു കർത്താവ് എന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നത് എന്തിനാണെന്ന് എനിക്കറിയാം. അർഹതയുണ്ടായിട്ടല്ല, അർഹതയില്ലാത്തൊരു രാജ്യത്തിലേക്ക് എന്നെ പ്രവേശിപ്പിക്കാൻ തക്കവിധം സർവശക്തനായ ദൈവത്തിന്റെ നീതിയുള്ള കരം എന്നെ പിടിച്ചു നടത്തുന്നു എന്ന് ഞാൻ ആഴമായി വിശ്വസിക്കുന്ന കർത്താവേ, എന്റെ കഴിവല്ല, ദൈവത്തിന്റെ കൃപയാണ്, ദൈവത്തിന്റെ കരമാണ്, ദൈവത്തിന്റെ ദയയാണ്, ദൈവത്തിന്റെ കരുണയാണ്. ആ ഒരു തിരിച്ചറിവിലേക്ക് ഈ ദിവസങ്ങളിൽ നമ്മൾ എത്തിച്ചേരണം. ഹല്ലേലൂയ. ഒരു PhD-കാരൻ ഈ പട്ടണത്തിൽ ഇല്ലാഞ്ഞിട്ടല്ല, സ്വന്തം ഡോക്ടറോ എഞ്ചിനീയറോ അതുപോലെയുള്ള മേൽത്തരമായ പദവിയിലിരിക്കുന്ന വ്യക്തിത്വങ്ങൾ ഇല്ലാഞ്ഞിട്ടല്ല. സ്വന്തം ഇവരൊക്കെ ഉള്ളപ്പോൾ തന്നെ എന്നെയും നിങ്ങളെയും വേർതിരിച്ചിരിക്കുന്ന ദൈവത്തിന് ഒരു പ്രത്യേക ദൗത്യത്തിന് വേണ്ടിയാണ്. അത് മറക്കരുത് പ്രിയ മക്കളെ. പലരും വഴിതിരിഞ്ഞ് സഞ്ചരിക്കുമ്പോൾ, പലരും അവിശ്വസ്തരായി തീരുമ്പോൾ, വിശ്വസ്തതയുടെ പര്യായം ധരിച്ചുകൊണ്ട് കർത്താവിന്റെ നാമത്തിനു വേണ്ടി ലജ്ജ കൂടാതെ നിൽക്കാൻ തക്കവിധം സർവശക്തനായ ദൈവം എന്നെയും നിങ്ങളെ തിരഞ്ഞെടുക്കുമ്പോൾ കൊച്ചു കൊച്ചു കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അവന്റെ മുഖത്ത് യാദരിക്കാതെ കടന്നു പോകുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവരെ നോക്കിക്കൊണ്ടാണ് എബ്രായ ലേഖന കർത്താവ് എഴുതുന്നത്. കാലം നോക്കിയാൽ പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ചെറിയൊരു കാര്യം, ഇന്ന് പിശാചിന്റെ തന്ത്രങ്ങളെ നിങ്ങൾ അറിയാത്തവരല്ലല്ലോ എന്ന് തിരുവഴുത്തിൽ പറയുമ്പോൾ ഇന്ന് ഒട്ടുമുക്കാൽ ആളുകൾക്ക് അറിയത്തില്ല. സാത്താൻ എന്താണ് തന്ത്രപരമായി ഒരുക്കി സ്വതം എൻ്റെ ജീവിതത്തിനെ കൊണ്ടുവന്നിട്ടിരിക്കുന്നതെന്ന് പലർക്കും തിരിച്ചറിയില്ല. സ്വതം ഹല്ലേലൂയ. പലരും ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുക. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളെ, പെട്ടെന്നായിരിക്കും കാഹളം ധ്വനിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ നിശ്ചയിക്കാത്ത സമയത്ത്, നനയ്ക്കാത്ത നാഴികയിൽ അവന്റെ വരവ് അടുത്ത് വരും. പ്രൈസ് ദി ലോർഡ്. നമുക്കൊരു ഇൻഫർമേഷൻ തന്നിട്ടല്ല യേശു വരുന്നത്, ഒരു സിഗ്നൽ തന്നിട്ടല്ല യേശു വരുന്നത്, ഒരു അടയാളം തന്നിട്ടല്ല കർത്താവ് വരുന്നത്. ഇതൊക്കെ തന്നെ അടയാളം. സ്വതം ഇതൊക്കെ തന്നെ അടയാളം. നീ എപ്പോഴും ഒരുങ്ങിയിരിക്കണം, എപ്പോഴും ഒരുങ്ങിയിരിക്കണം. ഹല്ലേലൂയ. കൊച്ചു കൊച്ചു പ്രവൃത്തികളെല്ലാം ദൈവസ്ഥലിനെ എപ്പോഴും വിട്ടുകളഞ്ഞുകൊണ്ട് അവനോട് അടുത്ത് ചെല്ലുവാൻ തക്കവിധം ആത്മാവിൽ ഒരുക്കപ്പെടണം. ഇവിടെ 12-ാം വാക്യം വായിക്കുന്നത്, 5:12 വായിക്കുന്നത്, കാലം നോക്കിയാൽ ഇപ്പോൾ ഉപദേഷ്ടാക്കന്മാരായിരിക്കേണ്ടുന്ന നിങ്ങൾക്ക് ദൈവത്തിന്റെ അരുളപ്പാടുകളുടെ ആദ്യ പാഠങ്ങളെ തന്നെ വീണ്ടും ഉപദേശിച്ചു തരുവാൻ ആവശ്യമായിരിക്കുന്നു. നിങ്ങൾ മാനസാന്തരപ്പെടണോട്ടോ. നിങ്ങൾ ഇങ്ങനെയൊന്നും പോകരുത്, നിങ്ങളൊന്നും നടക്കരുത്, നിങ്ങൾ ദൈവത്തോട് അടുത്തിരിക്കണം, ദൈവകോപം ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വർഷങ്ങളോളമായിട്ട് പല ദൈവസഭകളിലും വ്യക്തികളെ ഇങ്ങനെ കോർത്തിണക്കി അടുപ്പിച്ച് അങ്ങനെ പഠിപ്പിച്ച് പോയിക്കൊണ്ടിരിക്കുക. അല്ലെങ്കിൽ ഇവർ നിൽക്കത്തില്ല. വചനത്തിൽ പറയുന്നില്ലേ, സ്തോത്രം, ഹല്ലേലൂയ, കുതിരകളെയും സ്തോത്രം, നിങ്ങൾ സ്തോത്രം, കുതിരകളെയും ഗോവർ കഴുതയും പോലെ ആകരുത്. അവരുടെ മുഖപ്പട്ടയും കടിഞ്ഞാണുമാണ് അവരെന്ത് ചെയ്യുന്നത്, സ്വതം നിലനിർത്തിയിരിക്കുന്നത്. അല്ലെങ്കിൽ അവർക്ക് സ്വാധീനമാകുകയില്ല എന്ന സങ്കീർത്തനം പറയുന്നത്. ഇതുപോലെ ചില മുഖപ്പട്ടയും കടിഞ്ഞാണൊക്കെ ഇട്ടുകൊണ്ട് ഓരോരോ കാര്യങ്ങൾ ഓരോ സമയങ്ങളിലൊക്കെ ഓർപ്പിച്ച്, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യരുത്, അങ്ങനെ ചെയ്തിരുന്ന ദൈവം കോപിക്കും, ദൈവത്തിന്റെ പ്രവൃത്തി ജീവിതത്തിൽ വെളിപ്പെടും എന്നൊക്കെ പറഞ്ഞ് വളരെ സൗമ്യമായിട്ട് ചേർത്ത് പിടിച്ച് ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുക. സ്വതം. എന്നാൽ എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളെ, എബ്രായ ലേഖന കർത്താവ് ഒത്തിരി വ്യത്യസ്തമായിട്ട് സംസാരിക്കുന്നത്. സ്വതം ആ അടിസ്ഥാനം തന്നെ പിന്നെയും ഇടാതെ സ്തോത്രം, ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിന്റെ പൂർത്തീകരണത്തിലേക്ക്. ഞാൻ ആരാ, നിങ്ങളാരാ? സ്തോത്രം, ഞാൻ ദൈവത്തിന് വേണ്ടി നിന്ന എനിക്കെന്തോ പ്രതിഫലം ഉണ്ടാകും. സ്തോത്രം എന്നുള്ള ഒരു തിരിച്ചറിവിലേക്ക് എത്തിച്ചേരുവാൻ പരിശുദ്ധാത്മാവ് ഇടപെടുകയാ. നിനക്ക് തടസ്സങ്ങൾ ഉണ്ടാകും, പ്രതിസന്ധികൾ ഉണ്ടാകും. നിന്നോട് സ്നേഹപൂർവ്വം ഇടപെടുന്നവരെല്ലാം കയ്പായി തീരും. അതിന്റെ മധ്യത്തിൽ നീ സ്തോത്രം ഈ പ്രവൃത്തി ചെയ്തെടുക്കണം, അവിടെ പോകണം. ഇതാണ് ടാർജറ്റ്. പ്രൈസ് ദി ലോർഡ്. നമ്മളെ സ്നേഹിക്കുമെന്നും ആദരിക്കുമെന്നും കൂടെ നിൽക്കുമെന്നും ചേർത്ത് പിടിക്കുമെന്നൊക്കെ കരുതുന്ന വ്യക്തിത്വങ്ങളിൽ നിന്ന് തന്നെ നീ ഏറ്റവും കൂടുതൽ ആരെ സ്നേഹിക്കുന്നു അവരിൽ നിന്നും തന്നെ സ്വതം മോശമായ പ്രതികരണമോ തള്ളിക്കളയിലും സ്വതം ദോഷം പറയലും ഒക്കെ ഉണ്ടാവും. ഇതെല്ലാം ഇരിക്കുമ്പോൾ തന്നെ നീ നിന്റെ ദൗത്യത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് എത്തേണ്ട സ്ഥലത്തെത്തുവാൻ തക്ക വിധം ആത്മാവിൽ ഒരുക്കപ്പെട്ടുകൊള്ളണം. അതിന്റെ പേരാ ക്രിസ്തീയ ജീവിതം. അപ്പോ ഇവിടെ പറഞ്ഞ കാലം നോക്കിയാൽ ഉപദേഷ്ടാക്കന്മാരായിരിക്കേണ്ട കാലം എന്ത് ചെയ്തു, കഴിഞ്ഞു. സ്തോത്രം, അരുളപ്പാടുകളുടെ ആദ്യ പാഠങ്ങളെ തന്നെ വീണ്ടും ഉപദേശിച്ചു തരുവാൻ ആവശ്യമായിരിക്കുന്നു.
കട്ടിയായിട്ടുള്ള എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ പറയും, അയ്യോ ആമേ സ്തോത്രം, ഇന്നത്തെ മീറ്റിംഗ് ഇന്നത്തെ ശുശ്രൂഷ ഞങ്ങൾക്ക് ദഹിക്കാൻ പറ്റാത്തതായിരുന്നു. ആമേ സ്തോത്രം, ഹല്ലേലൂയ. അത് ആമേ സ്തോത്രം എനിക്ക് കഴിച്ചിട്ട് ആമേ സ്തോത്രം വയറ്റിലെ ആമേ പ്രശ്നങ്ങളാ, ആമേ ദഹിക്കാതെ ഇങ്ങനെ കിടക്കുകയാ, അതെന്റെ ജീവിതത്തിൽ പ്രശ്നങ്ങളാ. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളെ, പാലത്ര നിങ്ങൾക്ക് ആവശ്യമെന്ന് വന്നിരിക്കുന്നു. കട്ടിയായിട്ടുള്ള ആഹാരം ദഹിക്കുന്നില്ല. ആമേ സ്തോത്രം പാല് കൊടുത്താണ് എന്നും നടത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. പാസ്റ്ററിനെ വിളിച്ചില്ല, പാസ്റ്ററിനെ വന്ന് കണ്ടില്ല, ആമേ സ്തോത്രം എന്നോട് ആ കാര്യം പറഞ്ഞില്ല, എന്നോട് ചോദിച്ചില്ല. ആമേ സ്തോത്രം എനിക്ക് ആഗ്രഹം ഇന്നതായിരുന്നു, പക്ഷെ എൻ്റെ ആഗ്രഹങ്ങളൊന്നും അറിഞ്ഞില്ല. ഇതൊക്കെ കൊച്ചു കൊച്ചു കാര്യങ്ങൾ. എന്നെ കേൾക്കുന്ന ലോകം പരന്നു കിടക്കുക പ്രിയ മക്കളെ. ആമേ സ്തോത്രം അനവധി വ്യക്തിത്വങ്ങൾ നശിച്ചുകൊണ്ടിരിക്കുകയാ. ആമേ സ്തോത്രം ഇറങ്ങിച്ചെന്നു ഒരുത്തനോടെങ്കിലും ദൈവവചനം പറയാൻ കഴിഞ്ഞാൽ അത് അനുഗ്രഹമാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അങ്ങനെയുള്ള വ്യക്തിത്വങ്ങളെയാണ് സ്വർഗ്ഗത്തിലെ ദൈവം ഈ കാലഘട്ടത്തിൽ നോക്കുന്നത്. ആമേ സ്തോത്രം ഒരു പട്ടണം മുഴുവൻ ആമേ സുവിശേഷം കേൾക്കാൻ വേണ്ടി കടന്നു വന്നിരിക്കുക. ഒരു പട്ടണം മുഴുവൻ. ആമേ അപ്പോസ്തല പ്രവർത്തനം 13-ാം അധ്യായത്തിന്റെ 44 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ആമേ ഒരു പട്ടണം മുഴുവൻ, ഞാൻ ഒരു ദേശം പറയാം, ആമേ നമ്മുടെ ഈ വൈപ്പിങ്കരയിൽ ക്രൂസൈഡ് നടക്കുകയാണെന്നിരിക്കട്ടെ. ഈ വൈപ്പിങ്കരയിലെ മുഴുവൻ ജനങ്ങളും ഈ ക്രൂസൈഡിൽ കടന്നു വന്നിരിക്കട്ടെ. ഹല്ലേലൂയ. ഏകദേശം 3.5 ലക്ഷത്തോളം ആളുകൾ ആമേ പട്ടണത്തിൽ ആമേ സ്വതം ഈ ക്രൂസൈഡിൽ കടന്നു വന്നിരിക്കട്ടെ. ആമേ സ്വതം പിറ്റേ ശബത്തിൽ ഏകദേശം പട്ടണം മുഴുവനും ദൈവവചനം കേൾപ്പാൻ വന്നുകൂടി. ഒരു പട്ടണം മുഴുവനും. ഹല്ലേലൂയ. എന്നാൽ ആമേ സ്വതം യഹൂദന്മാര് പുരുഷാരത്തെ കണ്ട് അസൂയ നിറഞ്ഞവരായി ദുഷിച്ചുകൊണ്ട് പൗലോസ് സംസാരിക്കുന്നത് എതിർ പറഞ്ഞു. കേട്ടോ പ്രിയ മക്കളെ, ആമേ സ്തോത്രം, ഹല്ലേലൂയ. യഹൂദന്മാർ സ്തുതിക്കുന്നവർ, ഹല്ലേലൂയ. ആമേ ജാതികൾ എന്നല്ല പറയുന്നത്, ആമേ സ്തുതിക്കുന്നവർ. യഹൂദന്റെ അർത്ഥം എന്നാ? സ്തുതിക്കുന്നവനെന്ന. ആമേ സ്തോത്രം, ദൈവമായിട്ട് ബന്ധമുള്ളവൻ, വചനമറിയുന്നവൻ, ന്യായപ്രമാണം കരത്തിലിരിക്കുന്നവൻ. ആമേ സ്തുതിക്കുന്നവര് ആമേ സ്തോത്രം അസൂയ നിറഞ്ഞവരായിട്ട് എഴുന്നേറ്റു. ജാതികൾ എന്നല്ല പറയുന്നത്, ബർബരന്മാരെന്നല്ല, യവനന്മാരെന്നല്ല പറയുന്നത്, യഹൂദന്മാർ എഴുന്നേറ്റു. കേട്ടോ പ്രിയ മക്കളെ, എവിടെയും ഈ പുസ്തകത്തിൽ നമ്മൾ വായിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത്, എവിടെയും ഈ വചനത്തെക്കുറിച്ച് തിരിച്ചറിവുള്ള വ്യക്തിത്വങ്ങളാണ് എഴുന്നേക്കുന്നത്. അല്ലെങ്കിൽ ദൈവമായിട്ടൊരു ബന്ധമുള്ള വ്യക്തിത്വങ്ങളാണ് എഴുന്നേറ്റിരിക്കുന്നത് പല സ്ഥലങ്ങളിലും. യേശുവിനെ ക്രൂശിപ്പാനും, യേശുവിനെ വിസ്തരിപ്പാനും, യേശുവിനെ വിധിക്കാനും, യേശുവിനെതിരെ ദോഷം പറയാനും, ആമേ സ്തോത്രം, യേശുവിനെ കൂടുതലായിട്ട് ആമേ തിന്മകളിലേക്ക് തള്ളിക്കളയാനൊക്കെ ശ്രമിച്ചിട്ടുള്ളത് ആമേ വചനമറിയാത്തവരൊന്നുമല്ല, വചനമറിയുന്നവരാ. കേട്ടോ, ആമേ ഇതാണ് പിശാചിന്റെ തന്ത്രം എന്ന് പറയുന്നത്. ആമേ നമ്മൾ കരുതും, അയ്യോ ജാതികളിൽ നിന്ന്, അല്ലെങ്കിൽ ആമേ പുറത്തു നിന്ന്, അല്ലെങ്കിൽ ശത്രുവിൽ നിന്ന്, എല്ലാ പ്രിയമക്കളെ മിത്രങ്ങളെ ശത്രുക്കളാക്കി മാറ്റും. അപ്പോഴാ വേദന കൂടുതൽ വരുന്നത്. അങ്ങനെയാണ് പിശാച് തന്ത്രം മെനയുന്നത്. അതിനെ അതിജീവിക്കണം നീ. പ്രൈസ് ദി ലോർഡ്. അത് ആമേ സ്തോത്രം, അതിനെ അതിജീവിക്കുന്നവന്റെ പേരാണ് ഭക്തൻ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യേശുവിന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത്, ആമേ സ്തോത്രം, ഏറ്റവും കൂടുതൽ മുറിവേൽപ്പിച്ചിരിക്കുന്നത്, ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചിരിക്കുന്നത്, ആമേ ചരിത്ര പുസ്തകം പറയുന്നു, ആമേ സ്വന്തത്തിൽ നിന്ന്, ഇല്ലേ, വചനത്തിൽ പറയും, ഞാൻ സ്വന്തത്തിലേക്ക് വന്നു. യഹൂദന്മാരുടെ യഹൂദ ഗോത്രത്തിലാണ് യേശു എന്ത് ചെയ്തത്? ജനിച്ചത്. ദാവീദിന്റെ സന്തതിയായി ജനിച്ചു. അവന്റെ കുടുംബത്തിലേക്ക് വന്നത്, അവന്റെ കുടുംബക്കാരുടെ അകത്തളത്തിലേക്ക് വന്നത്, ആമേ യഹൂദ ഗോത്രത്തിലാണ് ജനിച്ചത്. ആമേ സ്വതം, ഹല്ലേലൂയ. യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെയെന്ന വിദ്വാൻമാർ വന്ന് ചോദിക്കുന്ന, പക്ഷേ അവരോ അവനെ എന്ത് ചെയ്തില്ല? കൈക്കൊണ്ടില്ല. അപ്പോൾ ഉണ്ടാകുന്ന വേദന, അപ്പോൾ ഉണ്ടാകുന്ന വിഷമം, ആമേ ഇതിനെ ഒന്നും യേശു എന്ത് ചെയ്തില്ല? കാര്യമാക്കിയില്ല. കേട്ടോ പ്രിയ മക്കളെ, യേശുവിനെ ഫോളോ ചെയ്യുക. അപ്പോസ്തലനും മഹാപുരോഹിതനുമായിരിക്കുന്ന യേശുവിനെ എന്ത് ചെയ്യുക? ശ്രദ്ധിച്ചു നോക്കുക. അതാ അതിന്റെ അർത്ഥം. കേട്ടോ, ആമേ സ്തോത്രം, ഒരാൾക്കും ഒരാളെ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ പറ്റത്തില്ല. എനിക്ക് നിങ്ങളെയും നിങ്ങൾക്ക് എന്നെയും സ്വർഗത്തിൽ കൊണ്ടുപോകാൻ പറ്റത്തില്ല. അവനവൻ നോക്കിയ നിത്യത പോകാം. ആമേ സ്തോത്രം, ഹല്ലേലൂയ. അവനവൻ ദൈവരാജ്യത്തിൽ പോകാൻ ആമേ വചനം വിളിച്ചു പറഞ്ഞത് ഇങ്ങനെയാണ്, അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകലും തീയതാകലും പ്രാപിക്കേണ്ടതിന് ദൈവത്തിന്റെ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കേണ്ടതായി വരും. ആമേ സ്തോത്രം, നീ ചെയ്തതിനൊത്തവണ്ണമേ പ്രാപിക്കത്തുള്ളൂ. ഞാൻ ചെയ്തതിനൊത്ത നിങ്ങളും പ്രാപിക്കത്തില്ല. നിങ്ങൾ ചെയ്തതിനൊത്തവണ്ണം എനിക്കും പ്രാപിക്കാൻ പറ്റത്തില്ല. അവനവൻ ചെയ്തതിനൊത്തവണ്ണമേ പ്രാപിക്കത്തുള്ളൂ. അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകലും തീയതാകലും പ്രാപിക്കേണ്ടതിന് ദൈവത്തിന്റെ ന്യായാസനത്തിന് മുമ്പാകെ
നമ്മുടെ ഇവിടുത്തെ സുപ്രീം കോടതിയൊന്നുമല്ല പ്രിയ മക്കളെ, ഹൈക്കോടതിയോ ജില്ലാ കോടതിയോ ഒന്നും അല്ല. ന്യായാസനം എന്ന് പറയുന്നത് അവിടെ ഇരിക്കുന്നവനെ കാണുമ്പോൾ തന്നെ ആമേ സ്വതം സകല കാര്യങ്ങൾ അവിടെ ഉളവായി വരും. ഹല്ലേലൂയ. ഈ കളികളൊന്നുമല്ല. ആമേ സ്വതം അങ്ങനെ ഒരു സ്ഥലത്ത് ഇരുന്ന് നാം ചെയ്തതിന് ഒത്തവണ്ണം നാം പ്രാപിക്കേണ്ട ഒരു ദിവസമുണ്ടെന്ന് പരിശുദ്ധാത്മാവ് വിളിച്ചു പറയുകയാണ്. ആമേ സ്വതം. അപ്പോ ആമേ ഒരു പട്ടണം മുഴുവനും ദൈവവചനം കേൾക്കേണ്ടതിനായി കടന്നു വന്നു. ആമേ സ്വതം യഹൂദന്മാരോ പുരുഷാരത്തെ കണ്ട് അസൂയ നിറഞ്ഞവരായി. കേട്ടോ പ്രിയ മക്കളെ, ഇന്ന് ഈ ബൈബിൾ വായിക്കുമ്പോൾ ഏറ്റവും കൂടുതലായിട്ട് പ്രതിസന്ധികൾ ഉളവായിരിക്കുന്ന ഒരു പാപം എന്ന് പറയുന്നത് അസൂയയാണ്. അസൂയ ജനിച്ചാൽ അവനെ കൊല്ലണം. അസൂയയുടെ അവസാന ആമസ്വത എൻഡെന്ന് പറയുന്നത് കൊലപാതകമാണ്. പ്രൈസലോ, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആമേ ശൗലിന് ദാവീദിനോട് എന്ത് ചെയ്തു? ആ കണ്ണുകടി തുടങ്ങി. അങ്ങനെയല്ലേ പറഞ്ഞിരിക്കുന്നത്? ആമേ സ്വത പീലാത്തോസിന്റെ മുമ്പിൽ യേശുവിനെ വിസ്തരിക്കാൻ വേണ്ടി നിർത്തിയപ്പോ ഇവനിൽ ഞാനൊരു കുറ്റവും കാണുന്നില്ല, യഹൂദന്മാർ അസൂയ കൊണ്ടാകുന്നു ഇവൻ എന്ത് ചെയ്തിരിക്കുന്നത്. ആമേ സ്വതം അസൂയ നിമിത്തം ചേട്ടന്മാർക്ക് ജോസഫിനോട് എന്ത് ചെയ്തു? അസൂയ തോന്നി. പ്രൈസലോ. ആമേ എവിടെയും കാണാൻ സാധിക്കുന്നത്, ഞാൻ കഴിഞ്ഞൊരു സമയം ഈ ഒരു വിഷയത്തെ എടുത്തിട്ടുണ്ട്, അസൂയയെ കുറിച്ച്. ഭയങ്കര സംഭവം. ആമേ പാപത്തിൽ ഉള്ളതിൽ വെച്ച്, കാരണം അസൂയ വന്ന കൊല്ലണം. എവിടെയും കാണാൻ സാധിക്കുന്നത് അസൂയ കയറിയിട്ട് കൊന്നു എന്ന് പറയുന്നത്. ആമേ സ്തോത്രം. ഹല്ലേലൂയ. ആമേ. അപ്പോ ഇവിടെ കാണാൻ സാധിക്കുന്നത് യഹൂദന്മാർക്ക് ഇവന്മാരോട് എന്ത് ചെയ്തു? അസൂയ തോന്നി. യഹൂദന്മാര് പുരുഷാരത്തെ കണ്ടു, അസൂയ നിറഞ്ഞവരെ ദൂഷിച്ചുകൊണ്ട് പൗലോസ് സംസാരിക്കുന്നതിന് എതിർ പറഞ്ഞു. അടുത്ത വാക്യം, പൗലോസും ബർന്നബാസും ധൈര്യം പൂണ്ടു ദൈവവചനം. മക്കളെ, ഇങ്ങനെ ഒരു സാഹചര്യം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ തളരരുത്, അധൈര്യപ്പെടരുത്. കഴിഞ്ഞ സൺഡേ നമ്മൾ കേട്ട വാക്യം ഞാൻ വീണ്ടും എടുക്കുകയാണ്. ഇങ്ങനെ ഒരു പ്രതിസന്ധി ജീവിതത്തിൽ കടന്നു വരുമ്പോൾ, ദൈവമേ, നല്ല മനസാക്ഷിയോടെ നല്ല ഹൃദയത്തോടെ ഞാൻ നല്ലത് ചെയ്തിട്ട് എന്നോട് ഇങ്ങനെയാണല്ലോ ചെയ്യുന്നത് എന്ന് കരുതിക്കൊണ്ട് ഒരു സ്ഥലത്ത് മാറിയിരുന്ന് കരയാനല്ല. ആ സമയത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായിട്ട് പട്ടണത്തിന്റെ മധ്യത്തിൽ നശിച്ചു പോകുന്ന ജീവിതങ്ങൾക്ക് വേണ്ടി കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിക്കുക. എത്ര വ്യക്തിത്വങ്ങൾ ഒരുക്കപ്പെടുമോ അവിടെയാണ് സ്വർഗത്തിലെ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുന്നത്. നീ അവിടെ ജയിച്ചു. എക്സാം നീ ജയിച്ചു പ്രിയ മക്കളെ. ഹല്ലേലൂയ. കേട്ടോ പ്രിയ മക്കളെ, ക്രിസ്തീയ ജീവിതം എല്ലാവരെയും പ്രസാദിപ്പിച്ചുകൊണ്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ജീവിതമല്ല. കേട്ടോ, എല്ലാവരും പ്രസാദിപ്പിച്ചുകൊണ്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ജീവിതമല്ല ക്രിസ്തീയ ജീവിതം. സ്വന്തം ദൈവത്തിൽ കൂടുതൽ സ്വന്തം അടുത്തവരും ദൈവം പ്രസാദിച്ച പലരും ഇന്ന് ഭൂമുഖത്തില്ല. കേട്ടോ, ഹല്ലേലൂയ. സ്വന്തം ഒരുത്തന്റെ വഴിപാടിൽ ദൈവം പ്രസാദിച്ചു, അവൻ ദൈവം പ്രസാദിക്കാത്തവൻ കൊന്നു. ഉൽപ്പത്തി തുടങ്ങുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഒരുത്തന്റെ വഴിപാടിൽ സ്വന്തം ആബേലിന്റെ വഴിപാടിൽ ദൈവം പ്രസാദിച്ചു. കയീൻ അവൻ എന്ത് ചെയ്തു? കൊന്നു. അവിടെയും അസൂയ നിമിത്തമാണ്. കേട്ടോ, ഇതെല്ലാം ഇതിന്റെ പിന്നാമ്പുറത്തെല്ലാം വെളിപ്പെടുന്ന അസൂയാണ്. ഇത് വലിയൊരു പാപമാണ്. ഈ 1 പത്രോസ് ലേഖനം 2-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള വാക്യങ്ങളൊന്ന് വായിച്ചു. 1 പത്രോസ് ലേഖനം 2-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള, ആകയാൽ സകല ദുഷ്ടതയും എല്ലാ രാജഭാവവും അസൂയയും എല്ലാ നുണയും നീക്കിക്കളഞ്ഞ് ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷക്കായി വളരുവാൻ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പിൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ, ആമേൻ. ആകയാൽ സകല ദുഷ്ടതയും എല്ലാ ചതിവും വ്യാജഭാവവും അസൂയയും എല്ലാ നുണയും നീക്കിക്കളഞ്ഞ. ഇതാര? പുതിയ നിയമത്തിൽ അപ്പോസ്തലന്മാരിൽ ഒന്നാമനായിരിക്കുന്ന പത്രോസ് എന്ന് പറയുന്ന പത്രോസ് എഴുതി വെച്ചിരിക്കുന്ന വചനമാണ് ഇവിടെ പറയുന്നത്. ആകയാൽ സകല ദുഷ്ടതയും എല്ലാ ചതിവും വ്യാജഭാവവും അസൂയയും എല്ലാ നുണയും. ഈ ഒരു സംഭവം പുതിയ നിയമത്തിൽ ആടായി കിടക്കുന്നതാ. നമ്മുടെ ജീവിതത്തിൽ ഇത് വല്ലതോ കൊണ്ടോ എന്ന് നിങ്ങളൊന്ന് പരിശോധിച്ചേക്കണമെന്ന് ആമേശ്വതും കൂടി ഈ സമയം ഓർപ്പിക്കുകയാ. ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ വചനമെന്ന മായമില്ലാത്ത പാല് കുടിപ്പാൻ വാഞ്ചിപ്പിൻ. പ്രിയമക്കളെ, ദിവസേന ഒരധ്യായം വചനം വായിക്കുന്നവൻ ഇതിൽ നിന്ന് തെറ്റി ഒഴിഞ്ഞിരിക്കും. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കണം. രാവിലെയോ രാത്രിയിലോ അല്ലെങ്കിൽ ഉച്ചക്കോ പകലോ വൈകിട്ടോ ഒരു
ദിവസം ഒരധ്യായം ബൈബിൾ വചനം വായിച്ച് മനസ്സിലാക്കുന്നവൻ ഒരിക്കലും ഈ പറയപ്പെടുന്ന വചനത്തിലേക്ക് സ്റ്റെപ്പ് വെക്കത്തില്ല. 100% ഞാൻ അക്കമിട്ട് എഴുതി തരാം, അവൻ ഒരിക്കലും പോകത്തില്ല. കാരണം ആമേൻ വചനം അവന്റെ കാലുകൾക്ക് ദീപവും ആമേൻ വചനം അവന്റെ പാതകൾക്ക് പ്രകാശവുമായിരിക്കും. ആമേൻ സ്വന്തം തെറ്റിന് വേണ്ടി അവൻ നാവ് വളക്കുന്ന സമയത്ത് പരിശുദ്ധാത്മാവ് വായിച്ച വചനത്തിൽ നിന്ന് അവന്റെ ഉള്ളത്തോട് ഇടപെട്ടുകൊണ്ടിരിക്കും. വചന ധ്യാനമോ പ്രാർത്ഥനയോ ഇല്ലാത്ത പലരുടെയും ജീവിതത്തിൽ സാത്താൻ പ്രവർത്തിച്ചെന്നിരിക്കാം. പക്ഷെ വചന ധ്യാനവും പ്രാർത്ഥനയുമുള്ള ഒരു കുഞ്ഞിന്റെയും ജീവിതത്തിൽ സാത്താൻ പ്രവർത്തിക്കാൻ ഇടം കൊടുക്കത്തില്ല. ഒരധ്യായം വായിച്ചാൽ മതി, ഒരൊറ്റ അധ്യായം. ഒരു ദിവസം ഒരൊറ്റ അധ്യായം ബൈബിൾ വായിക്കുന്ന ദൈവ പൈതലേ, നിനക്ക് നുണ പറയാനോ അസൂയയിൽ ജനിക്കാനോ വ്യാജഭാവത്തിൽ നടക്കാനോ കഴിയത്തില്ല. കാരണം പരിശുദ്ധാത്മാവ് ഈ വചനത്തിൽ നിന്ന് സംസാരിക്കും. ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യവുമുള്ള ഏത് ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതാണ്. എബ്രായ ലേഖനം 4 അധ്യായത്തിൽ അത് വായിക്കുന്നു, എടുക്കണ്ട. ദൈവത്തിന്റെ വചനത്തിന് മൂർച്ചയുണ്ട്. നമ്മൾ വായിക്കുകയായിരിക്കാം. ഈ വചനം നമ്മളോട് തന്നെ സംസാരിക്കാൻ ഇടയായി തീരും. ഒരു തെറ്റ് നീ ചെയ്യുമ്പോൾ ഈ വചനം നിന്നെ ഉപദേശിക്കാൻ ഇടയായി തീരും. ഹല്ലേലൂയ. വഴി ഏതെന്നും നല്ലതും തീയതും ഏതെന്നും തിരഞ്ഞെടുക്കാൻ തക്ക വിധം നിന്നെ അഭ്യാസിപ്പിക്കുന്നതും നിന്നെ കരം പിടിച്ച് നടത്തുന്നതും ഈ ജീവനുള്ള ദൈവത്തിന്റെ വചനമായിരിക്കുമെന്ന് ആത്മാവ് ഞാൻ വിളിച്ചു പറയുകയാണ്. വചനം വായിക്കുന്ന ഒരു മനുഷ്യനുണ്ടെങ്കിൽ പാപത്തിൽ നിന്ന് അവൻ തെറ്റി ഒഴിഞ്ഞിരിക്കും. ഇന്ന് കടന്നു പോകുന്ന പല ദൈവസഭകളിലും പലരുമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ ഞാൻ ചോദിക്കാറുണ്ട്, സ്വതം വചനം ബൈബിൾ വായിക്കാറുണ്ടോ? സമയം കിട്ടാറില്ലെന്ന പലരുടെയും സ്വതം ഹാലയിൽ തിരിച്ചുള്ള മറുപടി, പ്രാർത്ഥിക്കാറുണ്ടോ? പ്രാർത്ഥന കുറവാ പക്ഷേ പലവിധമായി ഈ 2 കാര്യം ഇല്ലാത്തത് നിമിത്തം അവരിൽ നിന്ന് 10 മിനിറ്റ് കൊണ്ട് കേൾക്കുന്ന കുറ്റം കൊട്ടക്കണക്കിനായിരിക്കും. ഹല്ലേലൂയ. എന്നാൽ ഇതിൽ 2 അംശമായിട്ടുള്ള വ്യക്തിത്വം അല്പസമയം പറയും, എനിക്ക് ആത്മീകമായിട്ടൊന്ന് വളരണം, കുറഞ്ഞു കിടക്കുകയോ ഒന്ന് വർദ്ധിപ്പിച്ചെടുക്കാൻ സഹായിക്കണം. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളെ, ഈ 2 മേഖലകളും ഞങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാ. വചനധ്യാനവും പ്രാർത്ഥനയും നിന്റെ ജീവിതം കൊണ്ടുണ്ടോ? നിശ്ചയമായിട്ടും സർവശക്തനായ ദൈവം ഹല്ലേലൂയ തെറ്റിലേക്ക് പോകുവാൻ അനുവദിക്കത്തില്ല എന്ന് ആത്മാവിൽ ഞാൻ വിളിച്ചു പറയുകയാണ്. നീ സകല ദുഷ്ടതകളിൽ നിന്ന് ഒഴിഞ്ഞിരിക്കും, വ്യാജഭാവത്തിൽ നിന്ന് ഒഴിഞ്ഞിരിക്കും, എല്ലാ നുണയിൽ നിന്ന് ഒഴിഞ്ഞിരിക്കും, അസൂയയിൽ നിന്ന് ഒഴിഞ്ഞിരിക്കും. പരിശുദ്ധാത്മാവ് നിന്റെ കരം പിടിച്ച് നടത്തും. നിങ്ങൾ ഇന്ന് രാത്രിയിൽ വീട്ടിൽ ചെന്നൊന്ന് ചെക്ക് ചെയ്യണം, അല്ലെങ്കിൽ ഈ സമയം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കറക്റ്റാണോ? എൻ്റെ ജീവിതത്തിൽ എല്ലാ ദിവസവും ഒരു അധ്യായമെങ്കിലും വചനം ഞാൻ വായിക്കും. മനസ്സിലാക്കണം കേട്ടോ, വായിക്കുന്നതിലല്ല കാര്യം, മനസ്സിലാക്കണം. മനസ്സിരുത്തി ഒന്ന് വായിച്ചേ. നമുക്ക് അടുത്ത ദിവസത്തിലേക്കുള്ള അടുത്ത സമയത്തിലേക്കുള്ള ആലോചനകൾ ദൈവത്തിന്റെ ആത്മാവ് നൽകി തന്നുകൊണ്ടിരിക്കുന്നു. നീ ഒരു ചതിക്കുഴിയിൽ വീഴാൻ ദൈവം അനുവദിക്കത്തില്ല. ഹല്ലേലൂയ. നിനക്കുള്ള വഴികൾ ആ വചനത്തിന്റെ അകത്തളത്തിൽ പരിശുദ്ധാത്മാവ് നൽകിയിട്ടുണ്ട്. ഹല്ലേലൂയ. നീ ഒന്ന് ദൈവസന്നിധിയിൽ ഇരുന്ന് ദൈവമക്കളെ വചനത്തിലൊക്കെ കാണുവാൻ സാധിക്കുന്നു. ഓരോരുത്തൻ തകർച്ചകളിലേക്ക് പോകുന്ന സമയത്തായിരിക്കാം ഹല്ലേലൂയ വചനം അവനോട് ഇടപെടുന്നത്. ഏതെല്ലാം മേഖലകളിലൂടെ പലരുടെയും സാക്ഷ്യങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. നിരാശ കയറി ജീവിതം അവസാനിപ്പിച്ച് കളയാം എന്നൊക്കെ കരുതിക്കൊണ്ട് ഈ പുസ്തകം എടുത്ത് തുറന്നൊന്ന് വായിക്കുന്ന സമയത്ത് അവനോട് പറയുന്നത്, ഞാൻ നിന്റെ ദൈവമാകുന്നു, ജീവനുള്ള ദൈവമാകുന്നു. തിന്മയിലേക്ക് കടന്നു പോകാൻ അനുവദിക്കാതെ വണ്ണം അവന്റെ കരം പിടിച്ച് നടത്തുന്ന ദൈവത്തിന്റെ വചനം. പ്രൈസ് ദി ലോർഡ്. വചനത്തിന് ശക്തിയുണ്ട്. വചനം വായിക്കണം പ്രിയ മക്കളെ. ഒരു ദിവസത്തിൽ ഒരു അധ്യായം വായിക്കാൻ എത്ര മിനിറ്റ് വേണം? ഇനി ബൈബിൾ സ്വതന്ത്രം മാത്രമല്ല, ഏതു സമയത്തും വായിക്കാം നമുക്ക്. നമ്മുടെ മൊബൈൽ ഫോണിനകത്തൊക്കെയും പലരുടെയും എന്തുണ്ട്? ബൈബിൾ കിടക്കുന്നുണ്ടെന്ന്. വായിക്കത്തില്ലെന്നേ, തുറക്കത്തില്ലെന്നേ. പ്രൈസ് ദി ലോർഡ്. തുറക്കാൻ സാത്താൻ അനുവദിക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. പിശാച് അനുവദിക്കാത്ത ആ സമയം നമ്മൾ എന്ത് ചെയ്യും? മൊബൈൽ നോക്കിയിട്ട് മൊബൈലിനകത്ത് യൂട്യൂബിലോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലൊക്കെയുള്ള റീലുകൾ കാണും, മണിക്കൂറുകൾ. ആ സമയത്ത് ഒരു 5 മിനിറ്റ് എടുത്തു കഴിഞ്ഞാൽ ഒരു അധ്യായം വായിച്ചു തീർക്കാമെന്ന് ഞാൻ വിശ്വസിക്കുക. ഒരു 5 മിനിറ്റ്, 1 മണിക്കൂർ, 1.5 മണിക്കൂർ സ്വതം ദൃശ്യമായ പലതും കാണുവാൻ വേണ്ടി നിന്റെ കണ്ണുകളൊന്ന് പരതുമ്പോൾ ഒരു 5 മിനിറ്റ് ദൈവവചനത്തിന് വേണ്ടി ഒന്ന് മാറ്റിവെക്ക്. 10 ദിവസം കഴിയുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുത്തും. 1 മണിക്കൂർ റീൽസിന് വേണ്ടി മാറ്റുന്ന സമയം സ്വതം 5 മിനിറ്റ് എന്ന് പറയുന്നത് 15 മിനിറ്റ് നീ ദൈവവചനത്തിന് വേണ്ടി മാറ്റും.
അത് മധുരമാക്കി പരിശുദ്ധ ദൈവം തീർക്കും. ഇന്നത്തെ നമ്മുടെ തലമുറകളൊക്കെ പല വഴികളിൽ കടന്നു പോകാൻ കാരണം ഈ സാധനമാ പ്രിയമക്കളെ. സ്തോത്രം, ഹല്ലേലൂയ. മടങ്ങി വരണം. സ്തോത്രം. പണ്ടൊക്കെ വിശ്വാസത്തിലേക്ക് വന്ന് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടവന്റെ അകത്തളത്തിൽ കൊച്ചായിക്കൊള്ളട്ടെ വലുതായിക്കൊള്ളട്ടെ ആഗ്രഹം ഉണ്ടാകുന്ന ഒരേ ഒരു കാര്യം അഭിഷേകം പ്രാപിക്കണം എന്നുള്ളതാണ്. ഇന്ന് സ്തോത്രം ഒരുത്തന്റെ ആഗ്രഹം പാശ്ചാത്യ രാജ്യത്തിലേക്ക് കടക്കണമെന്നാ, വിദേശത്ത് പോകണമെന്നാ, പഠിച്ചുയരണമെന്നാ. സ്തോത്രം. അത് പാസ്റ്റർമാരുടെ മക്കളായിക്കൊള്ളട്ടെ വിശ്വാസികളുടെ മക്കളായിക്കൊള്ളട്ടെ, നിങ്ങൾ അവരോടൊന്ന് ചോദിച്ചാൽ മതി. പേഴ്സണലായിട്ട് അവരുമായിട്ട് ഒരു ഇന്റർവ്യൂ നടത്തുമ്പോൾ പറയും, ഞങ്ങൾക്ക് ഉയരണം, ഞങ്ങൾക്ക് വളരണം, പാശ്ചാത്യ രാജ്യങ്ങളിലേക്ക് പോകണം, അത് ആഗ്രഹം. സ്തോത്രം. എന്നാൽ പണ്ടത്തെ കാലഘട്ടത്തിൽ ഒരു കൂട്ടം ജനമുണ്ടായിരുന്നു, പൊട്ടന്മാരെ പോലെയുള്ളവരായിരുന്നു. ഇന്ന് ദൈവം ശക്തമായിട്ട് കരത്തിൽ എടുത്ത് ഉപയോഗിക്കുന്നവരാ. അന്ന് അവരുടെ ആഗ്രഹം എന്തായിരുന്നു അറിയാമോ? അഭിഷേകം പ്രാപിക്കണം. പ്രൈസ് ദി ലോർഡ്. അന്ന് സ്വതം ശക്തിയിൽ മറയപ്പെട്ട പല വ്യക്തിത്വങ്ങളും, ദൈവത്തിന്റെ അഭിഷേകത്തിൽ മറയപ്പെട്ട പല വ്യക്തിത്വങ്ങളും ഇന്ന് പിടിച്ചാ കിട്ടാത്ത നിലവാരത്തിലുള്ള ഓട്ടമാ. അടുത്തൊരു തലമുറയെ ദൈവം നോക്കുകയാ പ്രിയമക്കളെ. മുൻമഴയേക്കാൾ ശക്തമേറിയ പിന്മഴക്കായി ഒരു കൂട്ടം എഴുന്നേറ്റ് വരും. ഈ കാലഘട്ടത്തിൽ ദൈവം എഴുന്നേൽപ്പിക്കും. ഹല്ലേലൂയ. സ്വതം. നമുക്ക് ഇവിടേക്ക് ഒന്ന് തിരിയാം. ഇവിടെ കാണാൻ സാധിക്കുന്നത് സകല എല്ലാ ചതിവും വ്യാജഭാവവും അസൂയയും എല്ലാ നുണയും നീക്കിക്കളഞ്ഞ്. അപ്പോ അപ്പോസ്തല പ്രവർത്തനത്തിൽ കാണാൻ സാധിക്കുന്ന യഹൂദന്മാര് അസൂയ നിറഞ്ഞവരായി. ഏറ്റവും കൂടുതൽ അസൂയ ഉള്ള ഒരു വിഭാഗത്തെ കുറിച്ച് ഈ ബൈബിൾ പഠിപ്പിക്കുന്നത് യഹൂദന്മാരാ. എവിടെയും നോക്കിക്കോ. സ്തോത്രം. കർത്താവുമായിട്ട് ബന്ധമുള്ളവരെ കുറിച്ചാണ് ബൈബിളിനകത്ത് അസൂയ കൂടുതലായിട്ട് എഴുതിയിരിക്കുന്നത്. ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ ചിന്തിച്ചേ, അതെവിടെ നിന്ന് തുടങ്ങി? കയീനിൽ നിന്നും തുടങ്ങി. ആദത്തിന്റെ 2 പുത്രന്മാരുള്ളതിൽ ഒരുത്തനിൽ നിന്ന് തുടങ്ങി. സ്തോത്രം. മൂത്തവൻ ഇളയവൻ എന്ത് ചെയ്തു? കൊന്നു. അന്ന് തുടങ്ങിയത് അവിടം വരെ നിൽക്കുന്നുണ്ട്. വെളിപ്പാട് വരെ ഉണ്ടെന്നേ. പ്രൈസ് ദി ലോർഡ്. ഇതിൽ നിന്ന് തുടങ്ങിയതാ. എന്തിൽ നിന്ന്? നിങ്ങളൊക്കെ നോക്കിക്കോ. നിങ്ങൾ തൊഴിൽ ചെയ്യുന്ന തൊഴിൽ സ്ഥാപനത്തിൽ ഇതിന്റെ പ്രത്യക്ഷമായ അനുഭവങ്ങൾ കാണാൻ സാധിക്കും. ഓഫീസിലായിക്കൊള്ളട്ടെ, കൂലിപ്പണി എടുക്കുന്നവന്റെ, ഇനി പാടത്തും വരമ്പത്തും പണിയെടുക്കുന്നവനിലായിക്കൊള്ളട്ടെ, ഈ ഒരു സംഭവം പ്രകടമാണെന്ന് നിങ്ങൾ പറയും. 100 പേരോട് സ്വതം സർവേ നടത്തി കഴിയുന്ന 98 പേരും പറയും ഉള്ളതാ. സ്വതം ആത്മീക ഗൃഹത്തിൽ മാത്രമല്ല പ്രിയമക്കളെ, ലോകത്തിന്റെ എല്ലാ മേഖല. കാരണം അസൂയ ജനിച്ച വൈരാഗ്യം വരും. വൈരാഗ്യം വന്ന ചതി. പ്രൈസ് ദി ലോർഡ്. അസൂയാണ് ഇതിന്റെ എല്ലാത്തിന്റെ പിന്നിൽ. അങ്ങനെ യഹൂദന്മാര് സ്വതം പൗലോസിനോട് ബർന്നബാസിനോടൊക്കെ അസൂയ നിമിത്തം എഴുന്നേറ്റു. സ്തോത്രം. അവരെ ദൂഷിച്ചുകൊണ്ട് സംസാരിക്കുന്നതിന് എതിർ പറഞ്ഞു. അടുത്തത്, അപ്പോൾ പൗലോസും ബർന്നബാസും ധൈര്യം കൊണ്ടു. ദൈവവചനം ആദ്യം നിങ്ങളോട് പറയുന്നത് ആവശ്യമായിരുന്നു, എന്നാൽ നിങ്ങൾ അതിനെ തള്ളി നിങ്ങളെ തന്നെ നിത്യജീവനെ അയോഗ്യരെന്ന് വിധിച്ചു കളയുന്നതിനാൽ ഇതാ ഞങ്ങൾ ജാതികളിലേക്ക് തിരിയുന്നു. സ്തോത്രം. ഇന്ന് നമ്മള് എബ്രായ ലേഖനം 6-ാം അധ്യായത്തിൽ വായിച്ചത് മാനസാന്തരപ്പെടണമെന്നും അവര് വിശ്വാസത്തിൽ ഉറക്കണമെന്നും പൗലോസ് പറഞ്ഞു. വീണ്ടും അവരെ സഹതാപം കാണിച്ചില്ല. അവൻ സ്വതം അവിടെ കാണാൻ സാധിക്കും. കാലിൽ നിന്ന് പൊടി തട്ടിക്കളഞ്ഞെന്നാ പറയുന്നത്. യേശു അന്ന് പഠിപ്പിച്ച വചനം, യേശു അന്ന് പഠിപ്പിച്ച വചനം ഈ പൗലോസും ബർന്നബാസും അവിടെ വെച്ച് ചെയ്യുന്നതായിട്ട് വിശുദ്ധ വേദപുസ്തകത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ പൗലോസും ബർന്നബാസും സ്വന്തം ധൈര്യം കൊണ്ട് കേട്ടോ, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉളവാകുന്ന സമയത്ത് സ്വതം അധൈര്യപ്പെട്ടു പോകരുത്. സ്വതം സ്തുതിക്കുന്നവരെ എഴുന്നേറ്റത് ആര്? സ്വതം യഹൂദന്മാരാ എഴുന്നേറ്റത്, സ്വജാതിക്കാരാ എഴുന്നേറ്റത്, നിന്നെ മുഖപരിചയമുള്ളവരായി എഴുന്നേക്കുന്നത്. സ്വതം നിന്നോട് പറ്റി നിൽക്കുന്നവരായിരിക്കാം, കൂടെ നിൽക്കുന്നവരായിരിക്കാം, അല്ലെങ്കിൽ നീ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നവരായിരിക്കാം. ആര് തന്നെയാണെങ്കിലും സ്വതം നിന്റെ ലക്ഷ്യം നിത്യത. പ്രൈസ് ദി ലോർഡ്. ആര് തന്നെയാണ്. നമ്മളെ എങ്ങനെയാ പിശാച് തോൽപ്പിക്കുന്നത് പ്രിയമക്കളെ? നമുക്കൊരു മുഖപരിചയമില്ലാത്ത ഒരാൾ വന്നിട്ട് നമ്മളായിട്ട് പ്രശ്നമുണ്ടാക്കി നിന്നെ അടിച്ച് വക വരുത്തിയാൽ പോലും ഇത്രത്തേക്കേ ഉള്ളൂ. ആ അടിയുടെ വേദന മാത്രം നിനക്കുണ്ടാകത്തുള്ളൂ. പക്ഷെ മുഖപരിചയമുള്ള ഒരുത്തം വന്നിട്ട് നിന്നോട് 2 ചീത്ത വിളിച്ചാൽ മതി, ഹൃദയം വേദനിക്കും. ഇതാണ് പിശാചിന്റെ പ്രവൃത്തി. നമ്മൾ ചിന്തിക്കുന്നത് പോലെയല്ല. പിശാചിന്റെ പ്രവൃത്തി എന്ന് പറയുന്നത് ഇതാ.
ആമേൻ. സാത്താൻ പ്രവർത്തിക്കുന്നത് ഈ തലത്തിലാ പ്രിയമക്കളെ. അതുകൊണ്ട് ആമേ എവിടെ കാണാൻ സാധിക്കുന്ന അവര് ധൈര്യം കൊണ്ടു, അവര് ക്ഷീണിച്ചില്ല, അവര് തളർന്നില്ല, ശക്തിപ്പെട്ടു. കേട്ടോ, നിങ്ങളുടെ കുടുംബത്തിനകത്തളത്തിൽ നിന്ന് അപ്പനാകാം, അമ്മയാകാം, ഭാര്യയാകാം, ഭർത്താവാകാം, മക്കളാകാം, മരുമക്കളാകാം, കൊച്ചുമക്കളാകാം, ആമേ അയൽക്കാരാകാം, സ്വന്തം ബന്ധങ്ങളാകാം, വിശ്വാസികൾ ആര് തന്നെയാണെങ്കിലും നിന്റെ ലക്ഷ്യം നിത്യതയാ. പ്രൈസ് ദി ലോർഡ്. നീ അതിനെന്ത് ചെയ്യണം? ജയിക്കണം. കേട്ടോ, അതിനെ ജയിക്കണം. ഒരു ദൈവ പൈതലെ ആമേ സ്തോത്രം, ആമേ എൻ്റെ ഈ വാക്കുകൾ കേട്ടുകൊണ്ടിരിക്കുന്ന ലൈവിൽ ഞങ്ങൾ ശ്രദ്ധിക്കുന്ന നിങ്ങളോടും ആമേ ആത്മാവിൽ ഞാൻ വിളിച്ചു പറയുകയാണ്. ആമേ സ്തോത്രം, നിങ്ങളുടെ ശത്രു ഹല്ലേലൂയ ആമേ സ്തോത്രം പല നിലവാരത്തിൽ ഇടപെട്ടെന്നിരിക്കാം, അവൻ ബുദ്ധിപരമായി പെരുമാറിയെന്നിരിക്കാം. നിന്റെ ആമേ നോട്ടം നിത്യതയാണ്. ജഡരക്തങ്ങളെ നീ നോക്കല്ലേ. അവനെ ഇളക്കി വിടുന്ന ഒരു ശക്തിയുണ്ട്. പിന്നാമ്പുറത്ത് ഭക്തിയുള്ള സ്തോത്രം ചിലരൊക്കെ ചേർത്ത് വശത്താക്കി. യഹൂദന്മാരോ ഭക്തിയുള്ള ആ മാന്യ സ്ത്രീകളെയും പട്ടണത്തിലെ പ്രധാനികളെയും ഇളക്കി പൗലോസിന്റെയും ബർന്നാബാസിന്റെയും നേരെ ഉപദ്രവം ഉണ്ടാക്കി അവരെ തങ്ങളുടെ അതിരുകളിൽ നിന്ന് പുറത്താക്കി കളഞ്ഞു. ശത്രുവിന്റെ പ്രവൃത്തി കണ്ട, നിന്റെ പൊസിഷൻ, നീ ആയിരിക്കുന്ന നിലവാരത്തികളെ തകർത്ത് കളയുക. അതാരുടെ വ്യാപാരം എന്നറിയോ? ലൂസിഫറിന്റെ വ്യാപാരം. ആമേ പിതാവായ ദൈവം ഇരിക്കുന്ന കസേരയിൽ അവന് കയറണം, അവിടുന്ന് മറിച്ചിടണം. ചിന്ത വന്നു. ഈ അനുഭവം ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ നമ്മൾ കാണുന്നു. ഹല്ലേലൂയ. ആമേ ഉപദ്രവം ഉണ്ടാക്കി അവരെ തങ്ങളുടെ അതിരുകളിൽ നിന്ന് പുറത്താക്കി കളഞ്ഞു. അടുത്ത വാക്യം, എന്നാൽ അവർ തങ്ങളുടെ കാലിലെ പൊടി. യേശു അന്ന് പഠിപ്പിച്ചത് അവരവിടെ പ്രാക്ടിക്കലാക്കുകയാണ്. ആമേ എല്ലാ സ്ഥലത്തും കാണുന്നില്ല, എന്നാൽ ചില സ്ഥലത്ത് അപ്പോസ്തലന്മാർ ചെയ്യുന്നുണ്ട്. എന്നാൽ അവർ തങ്ങളുടെ കാലിലെ പൊടി എന്ത് ചെയ്തു? അവരുടെ നേരെ തട്ടിക്കളഞ്ഞ് ഇക്കോന്യയിലേക്ക് പോയി. ശിഷ്യന്മാർ സന്തോഷവും പരിശുദ്ധാത്മാവും നിറഞ്ഞവരായി. അവിടെ പോയിരുന്ന് കുത്തിയിരുന്ന് കരഞ്ഞെന്നല്ല പറയുന്നത്. അയ്യോ, എന്റെ ജീവിതത്തിൽ എന്നാൽ ഇങ്ങനെ സംഭവിച്ചല്ലോ, യഹൂദന്മാർ എന്നോട് ഇങ്ങനെ ചെയ്തല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ മാറിയിരുന്ന് കരഞ്ഞെന്നല്ല പറയുന്നത്. വചനം പറയുന്നത് ശിഷ്യന്മാർ സന്തോഷവും പരിശുദ്ധാത്മാവും നിറഞ്ഞവരായി തീർന്നു. എന്റെയും നിങ്ങളെയും കുറിച്ച് സ്വർഗത്തിലെ ദൈവം ആഗ്രഹിക്കുന്ന ഇതാണ്. ശത്രു മീത പ്രതിസന്ധികൾ കൊണ്ടുവന്നിടുമ്പോ ഒരു മൂലക്കിരുന്ന് കരയേണ്ടവനല്ല, പുരുഷത്വം ധരിച്ചു കൊണ്ട് എഴുന്നേൽപ്പാൻ സ്വർഗത്തിലെ ദൈവം ബുദ്ധി ഉപദേശിക്കുകയാ. കേട്ടോ, ഇത് ക്രിസ്തീയ ജീവിതമാ. ഒന്ന് ആലോചിച്ച് നോക്കണം. ഇവരുടെയൊക്കെ ജീവിതത്തിൽ ഇവരൊക്കെ അനുഭവിച്ചിരിക്കുന്ന കഷ്ടതകൾ നമ്മുടെ ജീവിതത്തിൽ എന്താ ഉള്ളത്? ഒരല്പം പ്രയാസം വരുമ്പോഴത്തേക്കും ഭാരമാ. ആമേശ്വരം, ഈ കഴിഞ്ഞ ഉപവാസം എന്നെ പിന്നെയും ബലപ്പെടുത്തുവാനിടയായി തീർന്നു. ആമേശ്വരം, യേശുവിനെ അങ്ങ് പഠിപ്പിക്കാൻ തുടങ്ങി. എടാ, എന്നെ നോക്ക്. നിന്റെ കണ്ണ് മനുഷ്യരിലേക്ക് പോകല്ലേ, എന്നിലേക്കൊന്ന് നോക്ക്. ഞാൻ അനുഭവിച്ച കഷ്ടതകൾ, ഞാൻ അനുഭവിച്ച നിന്ദകൾ, പരിഹാസങ്ങൾ, വേദനകൾ എന്റെ പുറകെ പോന്ന അപ്പോസ്തലന്മാർക്കുണ്ട്. അങ്ങനെയെങ്കിൽ നിങ്ങൾക്കുണ്ടാകത്തില്ലേ? ആമേശ്വരം ഉണ്ടാകുമെന്ന്. ഇതിനെല്ലാം അതിജീവിക്കുന്നവന്റെ പേരാണ് ഭക്തൻ. ഹല്ലേലൂയ. ഇതാണ് ക്രിസ്തീയ ജീവിതം. നീ തളരരുത്, നീ ക്ഷീണിക്കരുത്. ബലത്തോടെ ഇരുന്നവന്റെ പ്രവർത്തികളെ വർണ്ണിക്കട്ടെ എന്ന് ആത്മാവിൽ ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയുകയാണ്. അങ്ങനെ ഒരു ചിന്ത നിന്നെ ഭരിച്ചാൽ നീ ഒരിക്കലും അധൈര്യപ്പെടത്തില്ല, നീ ഒരിക്കലും തളർന്നു പോകത്തില്ല. അതാണ് ക്രിസ്തീയ ജീവിതം. നീ തളരരുത്.
അധൈര്യപ്പെടരുത്. കർത്താവ് നമ്മെ ബലപ്പെടുത്തുവാൻ ഇടയായിത്തീരും. ആമേശ്വത ഇന്ന് രാത്രിയിൽ അവന്റെ സാന്നിധ്യം നമ്മുടെ നടുവിലുണ്ട് പ്രിയമക്കളെ. ഹല്ലേലൂയ. ആമേശ്വതം ഇങ്ങനൊരു അനുഭവം വന്നപ്പോൾ അവരെന്ത് ചെയ്തു? കാലിലെ പൊടി തട്ടിക്കളഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ആമേ. നമുക്ക് എബ്രായ ലേഖനം 13-ാം വാക്യം ഒന്ന് വായിച്ചേ. 5-ാം അധ്യായത്തിന്റെ 13. പാൽ കുടിക്കുന്നവനെല്ലാം നീതിയുടെ വചനത്തിൽ പരിചയമില്ലാത്തവനത്രേ. അവൻ ശിശുവല്ലോ. കട്ടിയായുള്ള ആഹാരം നന്മതിന്മകളെ തിരിച്ചറിയുവാൻ തഴക്കത്താൽ അഭ്യസിച്ച ഇന്ദ്രിയങ്ങളുള്ളവരായി പ്രായം തികഞ്ഞവർക്കേ പറ്റുകയുള്ളൂ. പ്രായപൂർത്തിയായവർക്ക് മാത്രമേ ഈ കാര്യങ്ങളെ കുറിച്ച് മനസ്സിലാകത്തുള്ളൂ. കൊച്ചുങ്ങൾക്കൊന്നും മനസ്സിലാകത്തില്ല, ഒരു കാലത്തും മനസ്സിലാകത്തില്ല. പാലും കോലുമിഠായും ബിസ്ക്കറ്റൊക്കെ കഴിച്ചുകൊണ്ട് സ്തോത്രം അമ്മേനെ കൊണ്ടുപോയില്ല, അമ്മ തല്ലിപ്പിച്ചി, ചേട്ടൻ എന്നെ അടിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നടക്കാനേ പറ്റത്തുള്ളൂ. പ്രായമൊന്നായിക്കഴിഞ്ഞാൽ, പ്രായപൂർത്തിയൊന്നായിക്കഴിഞ്ഞാൽ അതിലേക്കൊന്നും മൈൻഡ് ചെയ്യത്തില്ലെന്നേ. സ്തോത്രം. കാരണം സ്തോത്രം ഇനി അതിനുള്ള സമയമില്ല. സമയം അടുത്തിരിക്കുകയാണ്. സ്തോത്രം. ഒരിക്കലും സ്തോത്രം ഹല്ലേലൂയ ഈ യഹൂദന്മാരുടെ അടുക്കലേക്ക് ഒരു മനുഷ്യൻ തോൽവാറും ധരിച്ചുകൊണ്ട് വരുന്നുണ്ട്. സ്തോത്രം. അത് കാണാൻ സാധിക്കുക മത്തായി സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 7 മുതലുള്ള വാക്യത്തിലാണ്. സ്തോത്രം. പലരും സ്നാനത്തിനായിട്ട് അവന്റെ അടുക്കലേക്ക് കടന്നു വരുമ്പോൾ അവൻ അവരെക്കൊന്ന് നോക്കി. എന്നിട്ട് ചോദിക്കുന്നത് ഇങ്ങനെയാണ്: സർപ്പസന്തതികളെ, വരുവാനുള്ള കോപത്തിൽ നിന്ന് ഒഴിഞ്ഞോടിപ്പോകുവാൻ നിങ്ങൾക്ക് ബുദ്ധി ഉപദേശിച്ചു തന്നത് ആര്? 400 വർഷത്തെ സ്തോത്രം ഇരുട്ടിന്റെ ജീവിതം കഴിഞ്ഞ് പുറത്തേക്ക് സ്തോത്രം യഹൂദന്മാർ അല്ലെങ്കിൽ ഇസ്രായേൽ ജനം ഒന്ന് എത്തി നോക്കുന്ന സമയത്ത് ഒരുത്തന്റെ വാക്ക് കാതുകളിൽ വീഴുവാനിടയായിത്തീർന്നു. അവിടെ വന്നിട്ട് അവൻ സോഫ്റ്റ് ആയിട്ടല്ല ഇടപെട്ടത്. കാരണം ഇവനിൽ വിശ്വസിക്കണം, നശിച്ചു പോകാതിരിക്കേണ്ടതിന്, പുത്രനെ ചുംബിക്കണം, വഴിയിൽ വീണ് പോകാതിരിക്കേണ്ടതിന് ഇവനെ സ്തോത്രം അറിഞ്ഞുകൊള്ളണം എന്നുള്ള സന്ദേശവുമായിട്ട് സ്തോത്രം യോഹന്നാൻ വന്നത് സോഫ്റ്റ് ആയിട്ടല്ല, വളരെ ഹാർഡായിട്ട് ഇടപെട്ടു. അവൻ എങ്ങനെയാ വിളിച്ചു പറയുന്നത്? സ്തോത്രം. തന്റെ സ്ഥാനത്തിനായി പരീശന്മാരിലെ സദുക്കരിലും പലരും വരുന്നത് കണ്ടാറേ അവൻ അവരോട് പറഞ്ഞത്: സർപ്പസന്തതികളെ, വരുവാനുള്ള കോപത്തെ ഒഴിഞ്ഞോടിപ്പോകുക നിങ്ങൾക്ക് ഉപദേശിച്ചു തന്നത് ആർ? അടുത്തത്, മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്പിൻ. അബ്രഹാം ഞങ്ങൾക്ക് പിതാവായിട്ടുണ്ട് എന്ന് ഉള്ളുകൊണ്ട് പറയുവാൻ തുനിയരുത്. ഈ കല്ലുകളിൽ നിന്ന് അബ്രഹാമിന് മക്കളെ ഉളവാക്കുവാൻ ദൈവത്തിന് കഴിയും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഇപ്പോൾ തന്നെ വൃക്ഷങ്ങളുടെ ചുവട്ടിന് കോടാലി വച്ചിരിക്കുന്നു. ആയിരുന്നു അവരെ മാനസാന്തരത്തിലേക്ക് നടത്തുവാൻ ഇടയായിത്തീർന്നത്. ഇപ്പോൾ തന്നെ വൃക്ഷങ്ങളുടെ ചുവട്ടിന് കോടാലി വെച്ചിരിക്കുകയാണ്. നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷമെല്ലാം വെട്ടി തീയിലിടും എന്ന് പറഞ്ഞപ്പോൾ അന്ന് യോർദാനിൽ ഒരു കൂട്ടം ആളുകൾ സ്നാനപ്പെടുവാൻ ഇടയായിത്തീർന്നു. സ്വന്തം ചെറിയ വ്യക്തിത്വങ്ങളൊന്നുമല്ല, കുറച്ച് ജനമെന്നുമല്ല, 10,000 വ്യക്തിത്വങ്ങൾ അന്ന് ആ യോർദാൻ നദിയിൽ സ്നാനം സ്വീകരിക്കുവാൻ ഇടയായിത്തീർന്നു. കാരണം ഞെട്ടിപ്പോയി. എബ്രായ ലേഖനത്തിലും അങ്ങനെ തന്നെയാ വിളിച്ചു പറഞ്ഞു. ദേശത്തിന്റെ മധ്യത്തിൽ നിവരെ നിന്ന് വിളിച്ചു പറയണം, അവന്റെ വരവ് അടുത്തിരിക്കുകയാ. കേട്ടോ പ്രിയമക്കളെ, ഹല്ലേലൂയ. പാല് കുടിച്ച് കടന്നു പോകേണ്ട പ്രകൃതമെല്ലാം പരിവെല്ലാം കഴിഞ്ഞു. നിർജീവ പ്രവർത്തികളൊക്കെ വിട്ടുപിരിഞ്ഞുകൊണ്ട് സ്വന്തം ക്രിസ്തുവിൽ പരിജ്ഞാന പൂർത്തീകരണം പ്രാപിച്ച സ്വന്തം ബലമുള്ളവരായിട്ട് ഇന്ന് ആളുകളിൽ എഴുന്നേൽക്കണം. പ്രൈസ് ദി ലോർഡ്. ചിലതൊന്നും കാര്യമാക്കരുത്. ചിലതൊന്നും കാണാത്തവനെ പോലെ, പൊട്ടനെ പോലെ, കുരുടനെ പോലെ അങ്ങ് പോയേക്കണം പ്രിയമക്കളെ. കാരണം നിന്റെ പ്രവർത്തികൾക്ക് അല്ലെങ്കിൽ തടസ്സമാ. യേശുവിനെ കുറിച്ച് പറയുന്ന അവനെ പോലെ കുരുടൻ, അവനെ പോലെ ചിലത് കണ്ട് അവിടെ തട്ടി നിന്ന് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാൻ പറ്റത്തില്ല. ഒരുപാട് പ്രതിസന്ധികളെ ഫേസ് ചെയ്തൊരു വ്യക്തിത്വമാ നമ്മുടെ അരുമനാഥനായ യേശു കർത്താവ്. ചിലതൊന്നും കാര്യമാക്കിയിരുന്നെങ്കിൽ ആ സമയത്തേക്ക് ആ കാൽവരി ക്രൂശിലെ മരണം സംഭവിക്കത്തില്ല. പിതാവിന് ഇഷ്ടം ചെയ്തെടുക്കാൻ പറ്റത്തില്ല. വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായത്തിന്റെ അവസാന അധ്യായത്തിന്റെ 11, 12, 13 വാക്യങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഇങ്ങനെയാണ്. ഒന്ന് വായിച്ചോ. അനീതി ചെയ്യുന്നവൻ ഇനിയും അനീതി ചെയ്യട്ടെ. അയ്യോ, അനീതി ചെയ്യുന്നവൻ, എടാ നീ ആ ഭാഗത്തേക്ക് നോക്കല്ലേ. അനീതിയുടെ പുറകെ പോയിട്ട് അവനെ നീ മാനസാന്തരക്ക് നടത്താൻ ശ്രമിക്കല്ലേ. മറിച്ച് നിനക്ക് അവനെ ബോധ്യപ്പെടുത്താൻ പറ്റുമോ? അതിൽ ദുഷ്ടൻ ദുഷ്ടത പ്രവർത്തിക്കുന്ന സമയത്ത് ദുഷ്ടനോട് പറയാം, നീ ചെയ്യുന്ന തെറ്റാ ഇല്ലേ? യെഹെസ്കേൽ പ്രവചനത്തിൽ അങ്ങനെയല്ലേ പഠിപ്പിക്കുന്നത്? സ്തോത്രം. മറിച്ച് സോഫ്റ്റ് ആയിട്ടല്ല. സ്തോത്രം. ഈ എബ്രായ ലേഖനം വായിച്ചപ്പോ ഇന്ന് എന്റെ ഹൃദയത്തെ നന്നായിട്ട് ടച്ച് ചെയ്യാൻ തുടങ്ങി. കാരണം പരിശുദ്ധാത്മാവ് നിർജീവ പ്രവർത്തികളെ വിട്ട്
ഹല്ലേലൂയ. അടുത്ത സ്റ്റെപ്പിലേക്ക് നിങ്ങൾ കടന്നു വരണം. ഇന്ന് ആ ഒരു സ്റ്റെപ്പിലാണ് നമ്മൾ നിൽക്കുന്നത്. കേട്ടോ മക്കളെ, സ്തോത്രം. തെറ്റ് ചെയ്യുന്ന വിശുദ്ധന്മാരായിരിക്കുന്ന, വിശുദ്ധന്മാരെന്ന് അഭിമാനിക്കുന്ന ഒരുപാട് വ്യക്തിത്വങ്ങളുണ്ട്. ഒന്ന് ബോധ്യപ്പെടുത്താൻ പറ്റുമോ നിനക്ക്? ഹല്ലേലൂയ. ഇവിടെ കാണാൻ സാധിക്കുന്ന അനീതി ചെയ്യുന്നവൻ ഇനിയും അനീതി ചെയ്യട്ടെ, ഇനിയും അനീതി ചെയ്യട്ടെ, അഴുക്കുള്ളവൻ ഇനിയും അഴുക്കാടട്ടെ, ഇനിയും അഴുക്കാടട്ടെ, നീതിമാൻ ഇനിയും നീതി ചെയ്യട്ടെ, നീതിമാൻ ഇനിയും നീതി ചെയ്യട്ടെ, വിശുദ്ധൻ ഇനിയും തന്നെ വിശുദ്ധീകരിക്കട്ടെ. വിശുദ്ധൻ ഇനിയും. നിനക്കെന്തെങ്കിലും നിന്നിൽ ചെയ്യാൻ പറ്റുമോ? അത് ചെയ്തെടുക്കാനാ പരിശുദ്ധാത്മാവിന്റെ രാത്രികാലം ഇടപെടുന്നത്. നീ മറ്റുള്ളവരിലേക്ക് നോക്കല്ലേ. നിനക്കെന്തെങ്കിലും, നിനക്ക് എത്രത്തോളം വിശുദ്ധീകരിക്കാൻ പറ്റും അത് നിനക്ക് ചെയ്യാൻ പറ്റുമോ? നിന്റെ പ്രാർത്ഥനയിൽ എത്രത്തോളം വർദ്ധിക്കാൻ പറ്റും അത് നിനക്ക് ചെയ്യാൻ പറ്റുമോ? നിന്റെ ആരാധനയിലോ നിന്റെ വചന ധ്യാനത്തിലോ നിന്റെ ഉപവാസത്തിൽ എന്തെങ്കിലും നിനക്ക് വർദ്ധിക്കാൻ പറ്റുമോ? ഇന്ന് നമ്മുടെയൊക്കെ ആഗ്രഹം, സ്വതം എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹമില്ല കേട്ടോ. എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത് ഞാൻ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. നിങ്ങളെല്ലാവരെയൊക്കെ നന്നാക്കി എടുക്കാനുള്ള ഒരു ആഗ്രഹമൊന്നുമില്ല. വചനം പറയുക, വിശ്വസിക്കുന്നവർ സ്വതം അവര് എന്ത് ചെയ്യണം? സ്വതം ഹല്ലേലൂയ സ്ഥാനമേൽക്കണം. വിശ്വസിക്കുന്നവർ ഏറ്റെടുത്ത നിത്യതയിൽ പോകാം. സ്വതം. കേട്ടോ പ്രിയങ്ങളെ, ഇതെല്ലാം വ്യക്തിപരമായി എനിക്കും നിങ്ങൾക്കുമുള്ളതാ. സ്വതം. നിങ്ങൾ ഏറ്റെടുക്കുന്നതോടൊപ്പം ഞാനും ഏറ്റെടുത്താൽ നിങ്ങൾ കടന്നു പോകുന്ന വിശുദ്ധീകരിക്കുന്ന പോലെ ഞാനും വിശുദ്ധീകരിച്ചാൽ ഒരു പക്ഷേ നിത്യതയിൽ പോകാം. അതല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപോലെ വെട്ടുന്നൊരു വചനമാ. ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതാ. 12 വാക്യം. ഇതാ ഞാൻ വേഗം വരുന്നു, ഇതാ ഞാൻ വേഗം വരുന്നു. ഓരോരുത്തരും അവനവന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം കൊടുപ്പാൻ പ്രതിഫലം എന്റെ പക്കലുണ്ട്. സ്വതം. ഈ ഭൂമിയിൽ വെച്ച് ആരെയെല്ലാം നമ്മൾ ആരെയെല്ലാം പ്രസാദിപ്പിച്ചെന്നാൽ ഒരു ചില്ലിക്കാശ് പോലും നിനക്കൊരു മനുഷ്യൻ തരത്തില്ല. തന്നാൽ തന്നെ അത് ഉപയോഗത്താൽ തീർന്നു പോകുന്നതുമാണ്. ഒരുത്തന്റെ പ്രതിഫലം പ്രാപിക്കാൻ തക്ക വിധം അവനുമായിട്ടുള്ള ബന്ധമൊന്ന് വർദ്ധിപ്പിച്ചു. സ്വതം. എല്ലാവർക്കും കൊടുക്കുവാൻ തക്ക വിധത്തിൽ പ്രതിഫലം അവന്റെ പക്കലാ ഉള്ളത്. പ്രൈസ് ദി ലോർഡ്. അത് പ്രാപിച്ചെടുക്കുവാൻ ഇന്ന് രാത്രികാലം നമുക്ക് ഒരുക്കപ്പെടാം. പ്രിയ മക്കളെ, ഞാൻ വായിച്ച വാക്യത്തിലേക്ക് മടങ്ങുവാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ നമ്മൾ കേൾപ്പിച്ചത് 6-ാം അധ്യായം എബ്രായ ലേഖനം 6:1-2. അതുകൊണ്ട് നിർജീവ പ്രവൃത്തികളെ കുറിച്ചുള്ള മാനസാന്തരം. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളെ, ഇതിന്റെ പുറകെ ഒന്ന് പോയി ആ നിർജീവ പ്രവൃത്തികളെ കുറിച്ചുള്ള മാനസാന്തരം, ദൈവത്തെങ്കിലും വിശ്വാസം, സ്നാനങ്ങളെ കുറിച്ചുള്ള ഉപദേശം, കൈവെപ്പ്, മരിച്ചവരുടെ പുനരുദ്ധാനം, നിത്യശിക്ഷാവിധി എന്നിങ്ങനെയുള്ള അടിസ്ഥാനം പിന്നെയും ഇടാതെ നാം ക്രിസ്തുവിനെ കുറിച്ചുള്ള ആദ്യ വചനം വിട്ട് പരിജ്ഞാനപൂർത്തി പ്രാപിപ്പാൻ ശ്രമിക്കുക. അതാണ് വെളിപ്പാട് പുസ്തകം സ്വതം 22-ന്റെ 11-ാം വാക്യത്തിൽ കിടക്കുന്ന അനീതി ചെയ്യുന്നവൻ ഇനിയും അനീതി ചെയ്യട്ടെ, അഴുക്കാടുന്നവൻ ഇനിയും അഴുക്കാടട്ടെ, വിശുദ്ധൻ തന്നെ വിശുദ്ധീകരിക്കട്ടെ, നീതിമാൻ പിന്നെയും നീതി ചെയ്യട്ടെ. ഹല്ലേലൂയ. നീ നിന്റെ കാര്യത്തിലേക്ക് തിരിഞ്ഞ് കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ കടന്നു പോകുക. വിശ്വസിക്കാത്തവനോ കാലിലെ പൊടി തട്ടിക്കളഞ്ഞുകൊണ്ട് തിരുമുഖത്തേക്ക് നോക്ക്. എനിക്ക് എന്റെ സമയത്തിന്റെ മുമ്പിൽ ഒത്തിരി കാര്യങ്ങൾ ഉണ്ടായിരുന്നു. ഒരിക്കൽ പത്രോസ് 4-ാം അധ്യായത്തിൽ അപ്പോസ്തല പ്രവർത്തനത്തിൽ എടുക്കണ്ട, അവിടെ പറയുന്നത് നിങ്ങൾ തള്ളിക്കളഞ്ഞതാ ക്രിസ്തുവിനെ. ഹല്ലേലൂയ. പണിക്കാർ തള്ളിക്കളഞ്ഞ കല്ല് കോണിന്റെ വീടിന്റെ മൂലക്കല്ലായി തീർന്നു. നിങ്ങൾ ക്രൂശിച്ചവനെയാണ് ഞങ്ങൾ ഉയർത്തുന്നത്, മറ്റൊരുത്തനിൽ രക്ഷയില്ല. അധികാരത്തോടെ അവർ എഴുന്നേറ്റു. ഈ കാലഘട്ടത്തിൽ എഴുന്നേക്കണം. എല്ലാ കണ്ണുകളും ദൈവത്തിലടക്കാം. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധനും നിത്യനും നീതിമാനുമാകുന്ന സ്വർഗത്തിലെ ഞങ്ങളുടെ നല്ല ദൈവമേ, ഓരോ ഉപവാസ പ്രാർത്ഥന കഴിയും തോറും, ഓരോ മീറ്റിംഗ് കഴിയും തോറും സ്വതന്ത്രം പ്രാർത്ഥനകളിലും ആത്മീക ജീവിതത്തിൽ കുറഞ്ഞു പോകേണ്ടവരല്ല, മറിച്ച് വർദ്ധിച്ചു വളരണം. ഹല്ലേലൂയ. തന്റെ പിന്നാലെ നോക്കി, അവന്റെ മുഖം നോക്കി, അവന്റെ കാല് നോക്കി, അവന്റെ കൈ നോക്കി, അവന്റെ പ്രവൃത്തി നോക്കി അവനെ ഫോളോ ചെയ്യാനല്ല. ഇതെല്ലാം അതിജീവിച്ച് ജയിച്ച ഒരുത്തനുണ്ട്. അവന്റെ പേര് കർത്താവായ യേശു എന്നാണ്. അവനെ നോക്കാനാ പരിശുദ്ധാത്മാവ് പറയുന്നത്. സ്വന്തം മനുഷ്യനെ നോക്കാനല്ല പറയുന്നത്. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖമോ ലജ്ജിച്ചു പോയതില്ല എന്നാണ് തിരുവെഴുത്തിൽ പറയുന്നത്. അതുകൊണ്ട് അപ്പോസ്തലനും മഹാപുരോഹിതനുമായിരിക്കുന്ന യേശുവിനെ നീ ശ്രദ്ധിച്ചു നോക്കുക. സ്വന്തം വല്ലതിന്റെ പുറകെ പോയി വല്ലതും പറയുന്നത് കേട്ട് വല്ലതും കാണിക്കുന്നതും കണ്ട് നിന്റെ നിത്യത നഷ്ടപ്പെടുത്തി കളയരുത്. അരിമനാഥനായ യേശുവിന് ഇതുപോലെ ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു. അപ്പോസ്തലന്മാർക്ക് ചില്ലറയൊന്നുമല്ല ഉണ്ടായിരുന്നത്. ഒരുപാട് ചിന്തിക്കാൻ പറ്റാത്ത ലെവലിൽ അവർ അതിനെയെല്ലാം അതിജീവിച്ചു. സ്വന്തം
ഹല്ലേലൂയ. ആ വചനം ഇന്ന് രാത്രികാലം നമ്മളോടും ഇടപെടുകയാണ്. നിന്റെ മനസ്സിന് ആഘാതമേൽപ്പിക്കുന്ന, നിന്റെ മനസ്സ് മുറിയത്തക്ക നിലവാരത്തിൽ, നിന്റെ കണ്ണ് നിറയത്തക്ക നിലവാരത്തിൽ, നീ കണ്ണുനീരൊഴുക്കത്തക്ക നിലവാരത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ നിന്റെ ജീവിതത്തിൽ ശത്രുവായവൻ കൊണ്ടുവന്നിട്ടെന്നിരിക്കാം. ആമീൻ. ഇതിനെയെല്ലാം ഓവർകം ചെയ്യുക ഇന്ന് രാത്രികാലം നിനക്ക് കഴിയണം. നീ അതിനെ ജയിക്കണം. അവനുമായിട്ട് ബന്ധം പുലർത്തണം. പിന്നെയും ആമേ സ്വന്തം അടിസ്ഥാനം ഇടാതെ ആമേ ആത്മാവിൽ ഒരുക്കപ്പെടുവാൻ പരിശുദ്ധാത്മാവ് ബുദ്ധി ഉപദേശിക്കുകയാ. കർത്താവേ, ഞങ്ങളെ തന്നെ താഴ്ത്തുന്നു. പുരുഷത്വം കാണിക്കുക, അമ്മ ബലത്തോടെ ഇരിപ്പാൻ, ക്രിസ്തുവുമായിട്ട് അമ്മ അധികാരം പുലർത്തുവാൻ, അമ്മേ സ്വതം തന്നിരിക്കുന്ന ആ അധികാരത്തിന്റെ മധ്യത്തിൽ ഉറച്ചു നിൽക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് രാത്രികാലം ബുദ്ധി ഉപദേശിക്കുകയാ. ആര് സമർപ്പിക്കും, ആരേൽപ്പിച്ചു കൊടുക്കും, അവർക്ക് വേണ്ടിയാ സ്വർഗത്തിലെ ദൈവം പ്രവർത്തിക്കുന്നത്. പരിശുദ്ധ പിതാവേ, അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങളെ തന്നെ താഴ്ത്തുന്നു. ആത്മാവിന്റെ വലിയ നടത്തിപ്പ് ഞങ്ങളുടെ ജീവിതം